മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച കേസിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യന് വീണ്ടും പോലീസ് നോട്ടീസ്. നാളെ രാവിലെ 10 മണിക്ക് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് അയച്ചത്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്നും നോട്ടീസിൽ. സുബ്രഹ്മണ്യനെതിരെ കേസെടുത്തതിൽ ഇന്ന് വൈകിട്ട് താമരശ്ശേരിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം നടക്കും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനുണ്ട്. സലാം മുഹമ്മദ്, വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സംഭവം കൂടിയാണ്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? കോൺഗ്രസിന്റെ പ്രതിഷേധം, അതുപോലെ തന്നെ പോലീസിന്റെ മറ്റ് നീക്കങ്ങൾ, അതൊക്കെ എങ്ങനെയാണ്? KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനെ ആദ്യഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ആ ഒരു വട്ടം അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലൊക്കെ തന്നെ നടന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ചേവായൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് N സുബ്രഹ്മണ്യന് നാളെ 10 മണിക്ക് ചേവായൂർ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇനി ഹാജരാകുമോ എന്നുള്ളതൊക്കെ തന്നെ നാളെ രാവിലെ അറിയാൻ കഴിയും. ഏതായാലും അന്വേഷണവുമായി സഹകരിക്കാൻ N സുബ്രഹ്മണ്യൻ തയ്യാറാണെന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കൂടാതെ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ചോദ്യം ചെയ്ത സമയത്തൊക്കെ തന്നെ ഉറച്ചു നിന്ന വാദം എന്ന് പറയുന്നത് തനിക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് ഈ ഫോട്ടോകൾ ലഭിച്ചത്. ഈ ഫോട്ടോ ഒറിജിനൽ ആണോ എന്ന കാര്യത്തിൽ തന്നെ വ്യാജമല്ല എന്നുള്ളത് ഉറപ്പുവരുത്തി ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ChatGPT അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പുവരുത്തിയ ശേഷമാണ് താനിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തത്. നേരത്തെ ഈ ഫോട്ടോ പങ്കുവെച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ആ വാദത്തിൽ ഇത് കൃത്രിമത്വം കാണിച്ചിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് N സുബ്രഹ്മണ്യൻ ചെയ്തിരിക്കുന്നത്. പോലീസിനോടും ഈ വാദം തന്നെയാണ് ഉയർത്തിയത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ഈ N സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് എന്ത് വിവരമാണ് ലഭിച്ചത് എന്ന കാര്യങ്ങളൊന്നും തന്നെ പങ്കുവെക്കാൻ ഇതുവരെ പോലീസ് തയ്യാറാകുന്നില്ല. അതിനിടെയാണ് ഇന്ന് 10 മണിയോടുകൂടി നാളെ 10 മണിക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് N സുബ്രഹ്മണ്യനെ പോലീസ് വീണ്ടും നോട്ടീസ് അയക്കുന്നത്. ഹാജരായില്ലെങ്കിൽ അറസ്റ്റിലേക്കടക്കം കടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടുള്ള ഒരു നോട്ടീസാണ് N സുബ്രഹ്മണ്യന് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന നിലയ്ക്ക് ഇന്ന് വൈകിട്ട് കോൺഗ്രസ് ബ്ലോക്ക് തലങ്ങളിലൊക്കെ തന്നെ ഒരു പ്രതിഷേധ സംഗമം N സുബ്രഹ്മണ്യനെ രാഷ്ട്രീയമായി വേട്ടയാടാൻ ഒരുങ്ങുകയാണ് പോലീസ്. പിണറായി സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടൽ നടത്തുന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. ഇന്ന് വൈകിട്ട് 4 മണിക്ക് താമരശ്ശേരിയിലടക്കം ഈ രീതിയിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ N സുബ്രഹ്മണ്യനും പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇന്ന് 4 മണിക്ക് വൈകിട്ട് കൊടുവള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താമരശ്ശേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ 10 മണിയോടുകൂടി പോലീസിന് ചേവായൂർ സ്റ്റേഷനിലെത്തി പോലീസിന് മുന്നിൽ ഹാജരായി വിവരങ്ങൾ പങ്കുവെക്കണം എന്നുള്ളതാണ് N സുബ്രഹ്മണ്യൻ നൽകിയിട്ടുള്ള നോട്ടീസിൽ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ രാവിലെ മാത്രമേ ഈ നോട്ടീസ് കൈപ്പറ്റിയതിനു ശേഷം ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ, അതല്ല ഈ പോലീസുമായി ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകും. നാളെ ഈ അന്വേഷണവുമായി സഹകരിക്കുമെങ്കിൽ കൂടി ഈ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി വിവരങ്ങൾ നൽകുമോ എന്ന കാര്യത്തിലൊക്കെ തന്നെ നാളെ മാത്രമേ നമുക്ക് വിവരം ലഭിക്കുകയുള്ളൂ. ഹാജരായില്ലെങ്കിൽ എന്തായാലും അറസ്റ്റ് ചെയ്യുമെന്നുമാണ് ഇപ്പോൾ പോലീസിന്റെ നോട്ടീസിൽ പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിക്കാനും ഒരുങ്ങുകയാണ്. അതേസമയം സുബ്രഹ്മണ്യൻ പറയുന്നത് ഇതേ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ സുബ്രഹ്മണ്യം ചോദിക്കുന്നുണ്ട്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.